എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്കിട്ടും ആവശ്യത്തിന് അനാവശ്യത്തിനും ഒക്കെ കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിച്ചു. ഈ ഇത്തരം ജോണറിലുള്ള സിനിമ ഒരു ട്രൈ ആണ്. എന്തായാലും പ്രേക്ഷകർ ഇതുമായിട്ട് കണക്ട് ആയാൽ ഇനി ഇത്തരം സിനിമകളിലൂടെ വരും. പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമാണ്. ഭയങ്കര പുതിയതാണ്, വളരെ ഫ്രഷാണ്, ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ആണ്. കൃഷാന്തിനെ പോലെ ഒരാളിൽ സിനിമ എന്നുള്ള നിലയ്ക്ക് ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഫ്രഷും ഭയങ്കര പുതിയതും ഭയങ്കര സ്ട്രോങ് ഫിലിം മേക്കിംഗ് സംഭവമാണ്. എല്ലാവരും കാണേണ്ട ഒരു സാധനമാണ്. വെരി വെരി ഇന്നോവേറ്റീവ് ഫിലിം. ജെൻസി അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ്. കുറച്ച് ഓൾഡ് ആയിട്ടുള്ളവർക്ക് കണക്ട് ആവുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കാണട്ടെ, എല്ലാവരുടെ അടുത്തേക്ക് സിനിമ എത്തണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. നല്ല മൂവിയാണ്. ഇറ്റ്സ് എ ഗുഡ് പീസ് ഓഫ് സെറ്റയർ. എങ്ങനെയുണ്ട് കൃഷാന്തിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് അടിപൊളിയാണ്. അവസരം തൊട്ട് വി നോ വാട്ട് എ ഗുഡ് ഫിലിം മേക്കർ ഹി ഈസ്, ആൻഡ് ഇറ്റ്സ് എ റിയലി നൈസ് ഫിലിം. വെരി എക്സ്പെരിമെന്റൽ, ബട്ട് ഐ തിങ്ക് സംതിങ് ദാറ്റ് വി ഓൾ ഷുഡ് വാച്ച്. പടം കിടിലൻ പടം, മസ്റ്റ് വാച്ച്. കൃഷാന്തിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ട്? കിടിലനാണ്. ഇങ്ങനെ ഒരു പടം എക്സ്പെക്ട് ചെയ്തിരുന്നു? സൈഫൈ എന്നൊക്കെ പറയുമ്പോൾ കൃഷാന്തിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഏകദേശം ധാരണയുണ്ടായിരുന്നു. അടിപൊളിയാണ് പടം, നിങ്ങൾ കാണണം എല്ലാവരും. സർക്കാസ്റ്റിക് മൂഡിൽ അവതരിപ്പിക്കുക. കാര്യം ഇതൊരു ഭാവനയാണ്. ഇപ്പം ഇല്ലാത്ത ഇത് ഇന്നതുപോലെ ഭാവിയിൽ സംഭവിച്ചേക്കാനുള്ള സാധ്യതകളെ അയാളുടെ ചിന്തകളിൽ കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് ഭയങ്കര റിയലിസം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ റിയലിസത്തിൽ നിന്ന് മാറി അതിനെ ഒരു സർക്കാസ്റ്റിക്കലി അവതരിപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ ലോജിക്കൽ ചിന്തയ്ക്കോ യുക്തിക്കോ പ്രാധാന്യമില്ല. ഇതൊരാളുടെ ഭാവനയാണ്. അതായത് ഇനിയുള്ള കാലത്ത് ഇതൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ള ഒരാളുടെ ചിന്ത അയാൾ വളരെ രസകരമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്കിട്ടും ആവശ്യത്തിന് അനാവശ്യത്തിനും ഒക്കെ കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിച്ചു. അതാണ് ഒരാളുടെ ജീവിതമാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും സാധാരണ ഒരു സിനിമയാണല്ലോ ഇപ്പൊ കണ്ടു. ഡെഫിനറ്റ്ലി ഈ ഇത്തരം ജോണറിലുള്ള സിനിമ ഒരു ട്രൈ ആണ്. എന്തായാലും പ്രേക്ഷകർ ഇതുമായിട്ട് കണക്ട് ആയാൽ ഇനി ഇത്തരം സിനിമകളിലൂടെ വരും. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയാണത് നല്ല ഒരു വെറൈറ്റി സിനിമ. കൃഷാന്തിന്റെ മേക്കിംഗ് അടിപൊളി കാണാത്തൊരു സിനിമയല്ലേ കൃഷാന്ത്? അതെ.